إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എല്ലാവരെയും വസിയത്ത് ചെയ്യാം. പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞൊരു കാര്യമാണ് ഞാനിവിടെ ഓതിയത്. സൂറത്തുൽ ബഖറയിൽ നോമ്പ് നിർബന്ധമാക്കി അതിൻ്റെ ലക്ഷ്യമൊക്കെ പറഞ്ഞ് അതുപോലെ അതിലെ അളവുകളൊക്കെ പറഞ്ഞു. പിന്നെ പറഞ്ഞ ഒന്നാണ് ഈ വചനം. അതിനുശേഷം വീണ്ടും നോമ്പിനെ പറ്റി പറയണം. അപ്പം അതിന് ഇത് പ്രത്യേകം പ്രാർത്ഥനയുടെ ഒരു മാസം കൂടിയാണ്, ദുആഇന്റെ. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. പ്രവാചകരെ, എന്നെപ്പറ്റി താങ്കളോട് എൻ്റെ അടിമകൾ ചോദിച്ചാൽ താങ്കൾ പറയുക, ഞാൻ സമീപത്ത് തന്നെയുണ്ട്, സമീപസ്ഥനാണ്. ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅൻ. പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിച്ചാൽ ഞാൻ അതിന് ഉത്തരം കൊടുക്കും. അതുകൊണ്ട് ഫല്യസ്തജീബൂ ലി, അവരുത്തരം എന്നോട് ആവശ്യപ്പെടട്ടെ. വൽയുഅ്മിനൂ ബി, എന്നിൽ വിശ്വസിക്കട്ടെ. ലഅല്ലഹും യർഷുദൂൻ, അവരെ നേർവഴി സിദ്ധിച്ചവരാകാൻ ഉള്ളൊരു വഴി പറഞ്ഞു. അപ്പോൾ ദുആ, റമദാന്റെ അവസാനത്തിൽ നമ്മൾ എത്തി. ഇപ്പം ഇവിടെ പറയുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം അടുത്ത വെള്ളിയാഴ്ച റമദാനാകുമോ ഇല്ലേ എന്നുള്ളത് ഉറപ്പില്ല നമുക്ക്. ഞാൻ വ്യാഴാഴ്ച 20 മിനിറ്റ് ഉണ്ട്, അന്ന് കണ്ടാൽ വെള്ളിയാഴ്ച പെരുന്നാളായി. അഥവാ കണ്ടിട്ടില്ലെങ്കിൽ ശനിയാഴ്ചയാവും. അപ്പോൾ ഏതായാലും ശരി, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണുള്ളത്. അപ്പം ഇനി നമ്മൾ ഉള്ള ഈ സമയം അത് നമ്മുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹിനോട് ചോദിച്ചു വാങ്ങേണ്ട സമയമാണ്. നല്ല ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ്. ചോദിക്കേണ്ടതൊക്കെ ലിസ്റ്റ് ഇട്ടിട്ട് ചോദിക്കാൻ പണ്ഡിതന്മാരൊക്കെ ഒരു ലിസ്റ്റ് ഇങ്ങനെ പറയണേക്കാം. പ്രധാനപ്പെട്ട ചിലത് അതിലൊന്ന് ഹിദായത്താണ് പറയുന്നത്. ഹിദായത്ത് അതെന്താ അങ്ങനെ? അത് ഹിദായത്ത് ചോദിക്കാൻ നബി തിരുമേനി പോലും നമ്മോട് പറഞ്ഞു. വിശുദ്ധ ഖുർആൻ നമ്മോട് ചുരുങ്ങിയത് 17 വട്ടം ഒരു ദിവസം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കൽ നിർബന്ധമാക്കിയിട്ടുണ്ട്. നേരായ വഴിയിലല്ലെങ്കിൽ എത്ര അമല് ചെയ്താലും കാര്യം ഉണ്ടാവില്ല, നമുക്കറിയാം. മഹാനായ ഉമർ ഖത്താബിൻ്റെ ഒരു ചരിത്രത്തിലുണ്ടല്ലോ, അദ്ദേഹം നടന്നു പോകുമ്പോൾ ഒരു മഠത്തിനരികിലൂടെ നടന്നു പോയത്. അപ്പോൾ അവിടെ ഒരു പുരോഹിതൻ വളരെ കഷ്ടപ്പെട്ട് ആരാധനയൊക്കെ നടത്തുന്നുണ്ട്, വീടും കുടുംബമൊക്കെ ഒഴിവാക്കി. അപ്പോൾ അദ്ദേഹം കരഞ്ഞു പോയി, ഖലീഫ ഉമർ. അപ്പോൾ എന്താ കരഞ്ഞു വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഖുർആനിലൊരു ആയത്ത് ഓർത്തു പോയി. ഖുർആനിലുണ്ട്, ആമിലത്തുന്നാസിബ തസ്ലാ നാറൻ ഹാമിയ. ചില മുഖങ്ങൾ പ്രവർത്തിച്ച് ക്ഷീണിച്ചിട്ടുണ്ടാവും, പക്ഷെ നരകത്തിൽ കടന്നെരിയും. അപ്പൊ യഥാർത്ഥ നേർവഴിയിൽ പ്രവേശിക്കാത്ത സൽക്കർമ്മങ്ങൾ അത് ഉപകാരം ഉണ്ടാവില്ല, നമ്മൾ പേടിക്കണം. അപ്പൊ ഹിദായത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന തന്നെ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക തുഖ
അന്നി അസ്അലുക്കൽ ഹുദ വത്തുഖ, ഞാൻ നിന്നോട് ഹുദ ചോദിക്കുന്നു. അതാണ് ഹിദായത്ത്, നേർമാർഗം. അത് നമ്മളൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തഖ്വ, അള്ളാഹ് പറഞ്ഞനുസരിച്ച് ജീവിക്കണമല്ലോ തഖ്വ, അതൊക്കെ ചോദിക്കാം. പിന്നെ വൽ അഫാഫ്, അഫാഫ് പറഞ്ഞാൽ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ, ചരിത്രശുദ്ധി, അതൊക്കെ പറയും. ഇത്തരം കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ചോദിക്കാൻ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ആ ഹിദായത്ത് കിട്ടാൻ എന്താ വഴി? ദീനനുസരിച്ച് ജീവിക്കൽ തന്നെയാണ് ഹിദായത്ത് കിട്ടാനുള്ള വഴി. പരിശുദ്ധ ഖുർആനിൽ ഒരു വചനം ഞാൻ പറയാം, അവിടെ ചുരുക്കി ചില കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, സൂറത്ത് ഹദീദിലെ, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കുക. അപ്പൊ റബ്ബ് പറഞ്ഞനുസരിച്ച് ജീവിക്കുക, വിലക്കിയത് ഒഴിവാക്കുക, അതാണ് തഖ്വ. വ ആമിനു ഇത്തഖുല്ലാഹ് വ ആമിനു ബിറസൂലി, അവന്റെ ദൂതനിൽ വിശ്വസിക്കുക. നന്നായി യുക്തിക്കും കിഫിലൈനി മിർ റഹ്മത്തിഹി, 2 ഓഹരി അവന്റെ റഹ്മത്ത് നിങ്ങൾക്ക് നൽകും, വിശാലമായി നൽകും എന്ന് പറയുന്നു. വയജിഅൽ ലക്കും നൂറൻ, നിങ്ങൾക്ക് അവൻ പ്രകാശം നിശ്ചയിച്ചു തരും. തംസൂന ബി, അതനുസരിച്ച് നിങ്ങൾക്ക് ഇങ്ങനെ നടക്കാം. ശരിക്ക് ഹിദായത്ത് കിട്ടും. അത് കിട്ടാനുള്ള വഴിയുള്ള ബി പറഞ്ഞു. റബ്ബ് പറഞ്ഞതനുസരിക്കുക, അപ്പം അതൊരു പ്രകാശം ഇട്ട് തരും. അപ്പൊ നമുക്ക് ഹിദായത്ത് കിട്ടും എന്നാണ് ഇവിടെ പറഞ്ഞത്. ഓ യഗ്ഫിർ ലക്കും, പിന്നെ നിങ്ങളുടെ പാപങ്ങളൊക്കെ അവൻ പുറത്തു തരും. വല്ലാഹു ഗഫൂറുർ റഹീം, അവൻ പാപങ്ങൾക്ക് പൊറുക്കുന്നവനും അങ്ങേറ്റം റഹ്മത്ത് കാണിക്കുന്നവനുമാണ്. മറ്റൊരു വചനത്തിൽ വല്ലദീന ജാഹദൂ ഫീന, നമ്മുടെ മാർഗത്തിൽ അധ്വാനിക്കുന്നവർ, ജിഹാദ് ചെയ്യുന്നവർ, ലനഹ്ദിയന്നഹും സുബുലന, അവരെ നമ്മളെ വഴിയിലേക്ക് ഇങ്ങോട്ട് ചേർക്കും. അപ്പൊ ഹിദായത്ത് കിട്ടാനുള്ള വഴി ആണ് അവിടെ ചുരുക്കി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനു വേണ്ടിയുള്ള പ്രാർത്ഥന. പിന്നെയോ ഹിദായത്ത് കിട്ടിയാലോ അത് നഷ്ടപ്പെടാതിരിക്കാൻ, അതൊക്കെ നഷ്ടപ്പെടും, പല കാരണങ്ങൾ കൊണ്ട് നഷ്ടപ്പെടും, ഭൗതിക താല്പര്യങ്ങൾ കൊണ്ട് നഷ്ടപ്പെടും. ഹിദായത്ത് കിട്ടിയവരെ വഴിപിഴപ്പിക്കാൻ പിശാച് നല്ല പണിയെടുക്കും. ആ പിശാചിന്റെ ദുർബോധനത്തിൽ ചിലപ്പോൾ പെട്ടു എന്നൊക്കെ വരാം. അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ പെട്ടിട്ട് ചിലപ്പോൾ ഹിദായത്ത് എന്നൊക്കെ മാറും. എത്ര കേൾക്കുന്നുണ്ട് നമ്മൾ, നല്ല ആളായിരുന്നു കേട്ടോ, ഇപ്പം എന്താ കണ്ടില്ലേ എന്നൊക്കെ പറയില്ലേ. അവ കിട്ടിയ ഹിദായത്ത് നഷ്ടപ്പെടാതിരിക്കാനുള്ള പ്രാർത്ഥന, അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ എങ്ങനെ മാറ്റിമറിക്കുന്ന അല്ലാഹുവേ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണമേ. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യവിശ്വാസികളുടെ പ്രാർത്ഥന സൂറത്ത് ആലി ഇംറാനിൽ ഇങ്ങനെ പറയണം. റബ്ബന, അവർ പ്രാർത്ഥിക്കുകയാണ്, റബ്ബന ലാ തുസിഗ് ഖുലൂബന ബഅദ ഇദ് ഹദൈതന, അല്ലാഹു ഞങ്ങൾക്ക് ഹിദായത്ത് തന്ന ശേഷം ഇനി അതിൽ നിന്ന് നീ ഞങ്ങളെ തെറ്റിക്കരുതേ എന്ന് നല്ലവരുടെ പ്രാർത്ഥന. അതിലൊക്കെ നിരന്തരം റബ്ബുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാനാണ് ഇവിടെ പറയണം. അപ്പൊ ഇങ്ങനെ ഹിദായത്തിൽ നിലനിർത്താനുള്ള ഒരുപാടുണ്ട്, ചിലത് മാത്രമേ നമ്മുടെ കേൾപ്പിച്ചതാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഹിദായത്ത് കിട്ടി അള്ളാന്റെ വഴിയിൽ ഇങ്ങനെ അമൽ ചെയ്യാൻ നമുക്ക് ആശ്വാസം, ആരോഗ്യമൊക്കെ വേണമല്ലോ. ആരോഗ്യത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കാം. നമ്മുടെ മനസ്സെത്തുന്നിടത്ത് നമ്മുടെ ശരീരത്താഞ്ഞാൽ പറ്റൂല, ബുദ്ധിമുട്ടാണ്, പല പ്രശ്നങ്ങളും. അതുകൊണ്ട് ആശ്വാസം, സുഖം, ആരോഗ്യം, നമ്മുടെ ശരീരത്തിന് ആരോഗ്യം വേണം. അതുപോലെ നമ്മുടെ കൈകാലുകൾക്ക് ആരോഗ്യം വേണം, കണ്ണിന് ആരോഗ്യം വേണം, ചെവിക്ക് ആരോഗ്യം വേണം, ഒക്കെ വേണ്ട, എല്ലാം വേണം. ഈ ആരോഗ്യം ഇങ്ങനെ നിലനിന്ന് കിട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അൽ ആഫിയ, നിങ്ങൾ അല്ലാഹുവിനോട് ആഫിയത്ത് ചോദിക്കണം, സുഖം ചോദിക്കണം, ആശ്വാസം ചോദിക്കണം, ആരോഗ്യം ചോദിക്കണം എന്തൊക്കെയാണ് പറഞ്ഞത്. മാത്രമല്ല ഒരുപാട് പ്രാർത്ഥന രാവിലെയും വൈകുന്നേരത്തേക്കുള്ള ദുആകളിലൊക്കെ ഈ ആരോഗ്യം ചോദിക്കുന്നതൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും. അതിലേക്കൊന്നും ഞാൻ ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. പിന്നെ ദുനിയാവിലും ഖൈറിലും, പരലോകത്തിലും, ദുനിയാവിലും ആഖിറത്തിലും ഖൈറ് കിട്ടുക, രണ്ടിലും. ചിലർ ദുനിയാവ് മാത്രം ചോദിക്കുന്നവരുണ്ടാവും, ഈ ലോകത്തെ കാര്യങ്ങൾ അത് മാത്രം. അതല്ല സത്യവിശ്വാസികൾ ചെയ്യുക. മറിച്ച് ഇവിടെ ഒന്നും വേണ്ട, പരലോകം മാത്രം മതി, അങ്ങനെയല്ല. രണ്ടും ചോദിക്കുക. അവരെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, വമിൻഹും മൻ യഖൂൽ, ഇങ്ങനെ പറയുന്നവരുണ്ട്. എന്താ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹു ഞങ്ങൾ ദുനിയാവിലും നല്ലത് വേണം, പരലോകത്തിലും നല്ലത് വേണം, നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്ത് രക്ഷിക്കണം. പിന്നെ അവർക്ക് അതുണ്ട്, അവരെ നല്ല നിലക്ക് പിന്നെ വിശുദ്ധ ഖുർആൻ പറയുന്ന കാര്യമാണ് പിന്നെ കാണുന്നത്. അപ്പൊ ഇവിടെ രണ്ട് ലോകത്ത് ഖൈറ് ചോദിക്കാം.
ഒരു സഹാബിയെ നബി തിരുമേനി സന്ദർശിക്കാൻ പോയ ഒരു രംഗമുണ്ടല്ലോ. രോഗം വന്ന് അദ്ദേഹത്തെ കാണാതെയായപ്പോൾ സന്ദർശിക്കാൻ പോയതാണ്. അപ്പം അങ്ങനെ മെലിഞ്ഞ് ആകെ ഒട്ടിയൊരു പക്ഷിയെപ്പോലെ എന്നാണ് സഹാബികൾ പറഞ്ഞത്. അത്ര അങ്ങോട്ട് ചുരുങ്ങി എല്ലും തോലുമായിട്ടുണ്ട്. നബി കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു. സുബ്ഹാനല്ലാഹ്, എന്താണിത്? ഇത് പ്രാർത്ഥിക്കലൊന്നും ഉണ്ടായിരുന്നില്ലേ ചോദിച്ചു. ഞാൻ പ്രാർത്ഥിക്കലുണ്ട്. എന്താ പ്രാർത്ഥിച്ചു ചോദിച്ചു. ഞാൻ പഠിച്ചവൻ എനിക്ക് വല്ല ശിക്ഷയും തരാണെങ്കിൽ ഇവിടുന്ന് തന്നാൽ മതി, പരലോകത്ത് തരരുത്. വല്ല ശിക്ഷ ഉണ്ടെങ്കിൽ ഇവിടുന്ന് തന്നാൽ മതി. അങ്ങനെയാണ്. ഇങ്ങനെയൊന്നുമല്ല പ്രാർത്ഥിക്കേണ്ടത് നബി. റബ്ബന ആതിനാ ഫിദ് ദുനിയാ ഹസന, ദുനിയാവിലും നല്ലത് വേണം, പരലോകത്തിലും നല്ലത് വേണം. അങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്. അവ രണ്ട് ലോകത്തും നമുക്ക് ഹൈറാണ് വേണ്ടത്. ആ രൂപത്തിലാണ് പ്രാർത്ഥിക്കേണ്ടത്. അങ്ങനെ ഹൈറ് കിട്ടിയാൽ ആ നിയമത്തിൽ നീങ്ങാതിരിക്കാനും പ്രാർത്ഥിക്കണം. ഉണ്ടല്ലോ, എന്തൊരു ആരോഗ്യം ഉണ്ടായിരുന്നു, ഇപ്പം മൂപ്പരെ കോലം കണ്ടില്ലായിരുന്നു. അല്ലെ എന്തൊരു സമ്പന്നനായിരുന്നു, ഇപ്പം എന്തായി. അല്ലെ ഓരോ ഇതിട്ട് പറഞ്ഞിട്ട് ഇപ്പം എന്താ, ഇങ്ങനെ നീങ്ങിപ്പോകും. ഇതില്ലാതിരിക്കുക. അതൊക്കെ പ്രാർത്ഥനകളിൽ നിരന്തരം നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു പ്രാർത്ഥന അങ്ങനെ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിയമത്തിക, അള്ളാഹുവിന് നിന്റെ നിയമത്തുകൾ നീങ്ങിപ്പോകുന്നതിൽ ഞാൻ നിന്നോട് അഭയം തേടുന്നു. വ തഹവ്വുലി ആഫിയത്തിക, എന്റെ ആഫിയത്ത് നീങ്ങിപ്പോകുന്നതിൽ നിന്ന്. വ ഫുജാഅത്തി നഖമത്തിക, നിഖ്മത്ത് ശിക്ഷ പെട്ടെന്ന് പിടികൂടുന്നതിൽ നിന്ന്. വ ജമീ സഖത്തിക, എല്ലാവിധ കോപവും നിന്റെ കോപം എന്നിൽ പിടികൂടുന്നതിൽ നിന്ന്, എനിക്ക് ബാധിക്കുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. ഇതുപോലെ കഠിന പരീക്ഷണങ്ങൾ, അതുപോലെ മാറാ രോഗങ്ങൾ, ഇതൊക്കെ വന്നാൽ നമ്മൾ പേടിയോട് കാണുന്നതാണല്ലോ. ഇതൊക്കെ വലിയ വലിയ പരീക്ഷണങ്ങൾ, യുദ്ധഭീതികൾ നമ്മുടെയൊക്കെ നാട്ടിലൊന്നും അതൊന്നും എത്തിയിട്ടില്ല. എന്നാലും എവിടെ നടന്നാലും അതിന്റെ പ്രതിഫലനങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും, ഒരു സംശയവുമില്ല. ഏതായാലും ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ രക്ഷ കിട്ടണം നമുക്ക്. അതിൽ നിന്നൊക്കെയുള്ള പ്രാർത്ഥനകൾ, ഒരൊറ്റ പ്രാർത്ഥന ഞാൻ പറയാം. അല്ലാഹുമ്മ അഊദു ബിക മിൻ ജഹദിൽ ബലാ, കഠിന പരീക്ഷണങ്ങളിൽ നിന്നുള്ളാഹു ഞാൻ നിന്നോട് അഭയം തേടുന്നു. വദറഖി ശിക, അതുപോലെ ദൗർഭാഗ്യം പിടികൂടുന്നതിൽ നിന്ന്. വസൂഇൽ ഖദാ, മോശപ്പെട്ട വിധി എന്റെ പേരിൽ വരുന്നതിൽ നിന്ന്. വശമാത്തത്തിൽ ആദാ, ശത്രുക്കൾ ചിരിക്കുന്നതിൽ നിന്ന്. നമുക്ക് വല്ല ദുരിതം വരുമ്പോൾ ശത്രുക്കൾ സന്തോഷിക്കുമല്ലോ, അതിൽ നിന്നൊക്കെ ഞാൻ നിന്നോട് അഭയം തേടുന്നു. അല്ലാഹുമ്മ അഊദു ബിക മിനൽ ബറസ്, അതുപോലെ വെള്ളപ്പാണ്ടിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. വൽ ജുനൂൻ, ഭ്രാന്തിൽ നിന്ന് ഞാൻ നിന്നോട് അഭയം തേടുന്നു. അതുപോലെ വൽ ജുസാം, പിന്നെ പകർച്ചവ്യാധികളെ പറ്റി പറഞ്ഞു, വലിയ വലിയ രോഗങ്ങൾ. വമിൻ സയ്യിൽ അസ്ക, മോശപ്പെട്ട എന്തൊക്കെ രോഗമുണ്ടോ, നമ്മൾ പേടിയോടുകൂടി കൂടുന്ന കുറേ രോഗങ്ങളുണ്ടാവില്ലേ, ക്യാൻസർ, അതുപോലെ കിഡ്നി പോകല്, പല പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ, പിന്നെ ഒരു ഭാഗം കുഴഞ്ഞു പോകൽ, ഇങ്ങനെയൊക്കെ എന്തൊക്കെ. ഇതൊന്നുമില്ല, ചോദിച്ചു വാങ്ങണം. അതിന് പറ്റിയ സമയമാണത്. റമദാൻ വിട പറയുന്ന സമയമാണ്. വിട പറയുന്ന വിട പറയാറിഞ്ഞാൽ അതിഥിയോട് ഉപയോഗിച്ചാണ് നമ്മളങ്ങനെ പറയലേ. നമ്മുടെ വിലപ്പെട്ട ഒരു അതിഥി നമ്മുടെ അടുത്തേക്ക് വരികയാണ്. അത് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട അതിഥിയാണെന്ന് വെക്കുക, വളരെ ഇഷ്ടപ്പെട്ടത്. അപ്പം നമ്മൾ അദ്ദേഹത്തിന്റെ വരവ് കാത്തുക്കും, മുമ്പേ ഒരുക്കങ്ങൾ നടത്തും. അങ്ങനെ വന്നാൽ കെട്ടിപ്പിടിക്കും, ആലിംഗനം ചെയ്യും, വേണ്ട വിധമൊക്കെ സാഹചര്യങ്ങളും ചെയ്തു കൊടുക്കും. ആ റൂമുകൾക്കുള്ളതാണ്, ഇത് എന്ത് സൗകര്യം ഉണ്ടോ അങ്ങനെ ചോദിച്ചോ. അതിന് കുറച്ച് ദിവസം നിൽക്കുമ്പോൾ നമ്മുടെ പരിഗണന കുറഞ്ഞിങ്ങനെ വരും. പിന്നെ നമ്മളെ വേറെ പണിയൊക്കെ പോകും. പിന്നെയും ദിവസം കഴിയുമ്പോൾ പറ്റ പരിഗണന കുറഞ്ഞ് പിന്നെ ആൾ പോകുമ്പോൾ പോവുകയാണെങ്കിൽ പോയിക്കോ എന്ന കോലത്തിലായാൽ സാധാരണ പറയല് തുടക്കത്തേക്കാൾ ഉഷാറാക്കണം ഒടുക്കം എന്നാണ്. അവസാനം നമ്മുടെ അവസാനം അദ്ദേഹത്തെ മൈൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ തുടക്കം പരിഗണിച്ചൊന്നും മൂപ്പര മനസ്സിലുണ്ടാവില്ല, അവസാനത്തെ മനസ്സിലുണ്ടാവുക. ഇസ്ലാമിലും അങ്ങനെ പറയുന്നുണ്ട്, അല്ല അഅ്മാലു ബിൽ ഖവാത്തീം. അള്ളാഹ് അമലുകൾ നോക്കുക, അവന്റെ അവസാനം എങ്ങനെയാണെന്ന് നോക്കുക. ഇതുപോലെ റജബിലും ഷാബാനും റമദാൻ വരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. നമ്മൾ അതിഥി വരാൻ വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു. അവസാനം വന്നു, അതിഥി ഇപ്പം നമ്മുടെ മുമ്പിലുണ്ട്. തുടക്കത്തിലൊക്കെ വളരെ സജീവം, ഖുർആനോത്തും തറാവിയും മറ്റൊക്കെ. അവസാനം ഇങ്ങനെ പോയി ഇനി പോവുകയാണെങ്കിൽ പോയിക്കോട്ടെ എന്ന് പറഞ്ഞാലേ അവസാനം എങ്ങനെയാ റമദാൻ? അതേ ഞാൻ പറഞ്ഞത്, നല്ല പ്രാർത്ഥനകളും സൽക്കർമ്മങ്ങളും പല രൂപത്തിലും. ഇവിടെ പ്രാർത്ഥനയെ പറ്റി തുടക്കത്തിൽ ആയത്ത് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയണത്. എന്നാൽ പ്രാർത്ഥന രണ്ട് തരമുണ്ട്. എന്താണ് ഇബാദത്ത്? ദുആഉൽ മസ്അല എന്നും പറയും, ദുആഉൽ ഇബാദ എന്നും പറയും. മസ്അല എന്ന് ചോദിക്കുക, നമുക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിക്കുക, അള്ളാഹിനോട് ചോദിക്കുക, അതാണ് ദുആഉൽ മസ്അല പറയുന്നത്. മറ്റൊന്ന് പ്രതിഫലം ആഗ്രഹിച്ച് നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തനം, നമ്മൾ നടക്കുന്ന ദിക്റുകൾ, ഇപ്പോൾ പ്രത്യക്ഷത്തിലേത് പ്രാർത്ഥനയൊന്നും ഉണ്ടാവില്ല, നമ്മൾ ചെയ്യുന്ന ഏത് സൽക്കർമ്മങ്ങളും. അപ്പം അങ്ങനെയുള്ളതൊക്കെ ചെയ്യുക. അവസാനത്തെ സമയം കൂടുതൽ ചെയ്യാണ് വേണ്ടത്. നല്ല നിലക്ക് അതിഥിനെ യാത്ര അയക്കുകയാണ് വേണ്ടത് എന്നർത്ഥം. അപ്പൊ നമുക്ക് എന്താ അള്ളാഹിനോട് കൂടുതലെടുക്ക് എന്തൊക്കെ സൽക്കർമ്മം ചെയ്യാൻ പറ്റുമോ അത് മുഴുവനും ചെയ്യുക എന്നുള്ളതാണ്.
ഇതുപോലെ സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പ്രധാനമല്ലേ. മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ട ഒരവസ്ഥ വരരുത്. വേറൊരുത്തന്റെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരവസ്ഥ വരരുത്. അല്ലെ അവസാന കാലം രോഗിയായി ബാത്റൂമിൽ പോകാൻ കഴിയാതെ അങ്ങനെ നമ്മുടെ കാഷ്ടവും മൂത്രമൊക്കെ വേറൊരുത്തന് വൃത്തിയാക്കേണ്ട ഒരവസ്ഥ വരരുത്. അങ്ങനെ പലതുണ്ട് ഓരോരുത്തരും മനസ്സിലാലോചിച്ചാല്. ഇതൊക്കെ നമ്മൾ ചോദിക്കുക, നിരന്തരം റബ്ബിനോട് ചോദിക്കുക, ചോദിച്ചു വാങ്ങുക എന്ന് പറയാം. ഇങ്ങനെ ഓരോ വിഷയങ്ങളെടുത്ത് മാതാപിതാക്കൾക്ക് നമ്മൾ പ്രാർത്ഥിക്കണ്ടേ, നമ്മുടെ സന്താനങ്ങൾക്ക്, നമ്മുടെ ഭാര്യമാർക്ക്, ഭർത്താക്കന്മാർക്ക്, നമ്മുടെ മക്കൾക്ക്, മരിച്ചുപോയ കൂട്ടുകുടുംബങ്ങൾക്ക്, അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, നമ്മുടെ പണ്ഡിതന്മാർക്ക്, നേതാക്കൾക്ക്, നമ്മുടെ ഭാരവാഹികൾക്ക്, അതുപോലെ നമ്മളിപ്പോൾ ഈ പള്ളിയിലാണ് ഇരിക്കണത്, ഈ പള്ളി നിർമ്മിച്ചവർക്ക്, നമുക്കറിയാം ഒരു മലൈബാരി ഉണ്ടാക്കിയതാ. അതുപോലെ ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ച മരിച്ചുപോയ കുറേ ആൾക്കാരുണ്ടാകും. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നവർക്കൊക്കെ, മുമ്പിൽ നിൽക്കുന്നവർക്കും അല്ലാത്തവർക്കൊക്കെ പ്രാർത്ഥനയിൽ ഒരു പിശുക്കും കാണിക്കരുത്. പ്രാർത്ഥിക്കണമെന്നൊക്കെ മലക്ക് പറയും. ഒരു മലക്കിനെ അത് ഏർപ്പാട് ചെയ്തൊക്കെയാണ്. അതുപോലെ നിനക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് പ്രാർത്ഥിക്കുന്നതും അത് നമുക്ക് ഗുണം കിട്ടുന്ന ഒരു കാര്യമാണ് കൂടിയെന്നും കൂടി ആലോചിക്കുക. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ ഈ മാസം ഇതുപോലെ ശിർക്കിൽ നിന്ന്, റിയായിൽ നിന്നൊക്കെ നമുക്ക് മോചനം കിട്ടണം. അവസാനം നമ്മുടെ അമലൊക്കെ സ്വീകരിക്കപ്പെടണം. അമൽ കുറെ ചെയ്ത് എന്താ സ്വീകരിക്കുന്നല്ല, വലിയ വലിയ അമല് ചെയ്തവരും അമ്പിയാക്കളും ഉലുൽപ്പെട്ട നബിമാരുമൊക്കെ ഇബ്രാഹിം നബിയൊക്കെ പറഞ്ഞു തഖബ്ബൽ മിന്ന, കഅബ നിർമ്മിച്ചിട്ട് പറയാം സ്വീകരിക്കണേ സ്വീകരിക്കണേ. അപ്പൊ ഇതൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയൊക്കെ ഉള്ള പ്രാർത്ഥന. അപ്പൊ ഇങ്ങനെ വളരെ നല്ല നിലക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇതിനെ നല്ല നിലക്ക് നേരിടുക എന്ന് ഞാൻ പറയുന്നത്. കൂട്ടത്തിൽ ഇസ്തിഗ്ഫാറിന് നല്ലൊരു സ്ഥാനം നമ്മുടെ ഇസ്തിഗ്ഫാർ നടത്തുക. ഏതൊരു ആരാധനകൾ കഴിയുമ്പോഴും അതിൻ്റെയൊക്കെ അവസാനം കാണാം ഇസ്തിഗ്ഫാർ. നിസ്കാരം കഴിഞ്ഞാൽ അസ്തഗ്ഫിറുല്ലാ, ഹജ്ജ് കഴിഞ്ഞാൽ സുമ്മ അഫീദു മിൻ ഹൈസു അഫാദന്നാ വസ്തഗ്ഫിറുല്ലാ, ഹജ്ജിന്റെ ഒരു അവസാന ഭാഗം പറയാം. എന്നിട്ട് പറയാം പിന്നെ ഇസ്തിഗ്ഫാർ നടത്തുക. അതുപോലെ ഒരു മജ്ലിസിലിരിക്കുമ്പോൾ അവിടെ എന്തെങ്കിലുമൊക്കെ വേണ്ടാത്തൊക്കെ വന്ന അതിന്റെ പരിഹാരമാണ് കഫാറത്തുൽ മജ്ലിസ്. അതിലുണ്ട് ഇസ്തിഗ്ഫാർ. അതുപോലെ നമ്മുടെ ആയുസിന്റെ അവസാനമൊക്കെ ഈ ലോകത്തോട് ഇവിടെ പറയേണ്ട സമയമൊക്കെയാണല്ലോ. ആ നേരമൊക്കെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു. നബിയോട് പറയാണ്, ജനങ്ങളൊക്കെ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് വരണ്ട, അപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാനായി എന്നുള്ളതിന്റെ അറിയിപ്പാണ്. നിങ്ങൾ എന്ത് ചെയ്യണം, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക, തസ്ബീഹ് നടത്തുക, അല്ലാഹുവിനെ സ്തുതിക്കുക, വസ്തഗ്ഫിർഹു, അവനോട് ഇസ്തിഗ്ഫാർ, പാപമോചനത്തിന് വേണ്ടി അർത്ഥിക്കുക, പൊറുക്കലിനെ തേടുക. ഇതൊക്കെ പഠിച്ചോൻ പറഞ്ഞാൽ. അപ്പൊ ഇതൊക്കെ റമദാൻ ഇതിന് വലിയൊരിതാ, മഗ്ഫിറത്ത് കിട്ടുകയെന്നല്ല. അപ്പൊ നിരന്തരം നമ്മുടെ നാവിൽ വരണം, നമ്മുടെ തിന്മകളിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുള്ള അവസ്ഥ കിട്ടണം എന്നൊക്കെ. അതിന് വലിയൊരു ഒരു പ്രാധാന്യമാണ്. അൻസാറുകൾ പറഞ്ഞും കൂടി പറയട്ടെ. അൻസാറുകളോട് നബിയൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അൻസാറുകൾ മീറ്റിംഗ് കൂടി ചർച്ച ചെയ്തത്, നമ്മുടെ മദീനയിൽ ഒരു തോട് വേണം, നമ്മൾ കർഷകരാണ്, ഇവിടെ വെള്ളം ആവശ്യത്തിനില്ല, സുലഭമായി വെള്ളം കിട്ടണം, നമുക്കൊന്ന് പറയാം, നബിയോടൊന്ന് പ്രാർത്ഥിക്കാൻ. അങ്ങനെ കൂട്ടം കൂട്ടമായി അവർ വരിക നബിൻ്റെ അടുത്തേക്ക്. നബിക്ക് അവന് മനസ്സിലായി അവർ വരുന്നെന്താ, അള്ളാഹ് അറിയിച്ചു കൊടുത്തത് എന്താ അറിഞ്ഞൂടാ. നബി പറഞ്ഞ അൻസാറുകൾ എന്ത് വെച്ചാലും ഇപ്പൊ കിട്ടും, പറഞ്ഞോളൂ, ഇപ്പൊ പ്രാർത്ഥിച്ചാൽ കിട്ടുന്നതാണ്. അപ്പൊ അൻസാറുകൾ എന്ത് വെച്ചാലും കിട്ടും, അത് കിട്ടും. അപ്പോൾ ഒരു വീണ്ടും ഒന്നും കൂടി മീറ്റിംഗ് കൂടി, ഒരു വന്ന കാര്യമൊക്കെ ഒരു മറന്നു. എന്നിട്ട് ഒരു പറയാണ്, നമ്മുടെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയാൻ. അവർക്ക് പിന്നെ തോടും വേണ്ട, വേറൊന്നും വേണ്ട, പാപങ്ങളൊക്കെ ഒന്നും മോചനം, ഞങ്ങൾ ഇസ്തിഗ്ഫാർ നടത്താൻ നമുക്ക് വേണ്ടി നബി പ്രാർത്ഥിക്കട്ടെ, മഗ്ഫിറത്തിന് വേണ്ടി. അപ്പൊ ഇത് നല്ലൊരു സ്ഥാനം നമ്മുടെ മനസ്സിൽ വേണം. പാപങ്ങൾ ഇത്രയാണ് ചെയ്തു കൂടണം, ഇതിനൊക്കെ മോചനം കിട്ടണം. അതൊക്കെ ഈ റമദാനിൽ ചോദിച്ചു വാങ്ങാൻ പറ്റിയ അവസരമാണ്. ഇതൊക്കെ തന്നെയാണ് അതിനെ നല്ല നൽകി യാത്രയ്ക്ക് കയറണം. പിന്നെ ദാനധർമ്മങ്ങൾ, വിശുദ്ധ ഖുർആൻ പാരായണം, തറാവീഹ് നിസ്കാരം, രാത്രി നിസ്കാരം, മറ്റുള്ള എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ചെയ്ത അവസാനം നല്ല നൽകി യാത്ര അയക്കാൻ ഒരുങ്ങുക. റബ്ബ് അതിന് നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണം എന്നൊരിക്കൽ കൂടി എല്ലാവരെയും വസിയത്ത് ചെയ്യാൻ. വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് അറിയിപ്പാണ്. ഒന്ന് ഫിത്ർ സക്കാത്തിനെ പറ്റി പറയട്ടെ. അതിനെപ്പറ്റി സഹാബികൾ നമുക്ക് പറഞ്ഞു, ഫറള റസൂൽ, നബി ഫറളാക്കി. ഫറളാണ് സക്കാത്തുൽ ഫിത്ർ. നമ്മുടെ സമ്പത്തിന്റെ സക്കാത്തിനെ പറ്റിയല്ല പറയണത്, അത് നമ്മൾ മുമ്പ് പറഞ്ഞു. ഇനി ഒരു സ്വാഗ് കൊടുക്കണം ഓരോരുത്തരും. കുടുംബനാഥനാണെങ്കിൽ കുടുംബനാഥനും ആ അവന്റെ കീഴിൽ ആരൊക്കെയാണുള്ള അവർക്കൊക്കെ ഒരു സ്വാഗ് വെച്ച് കൊടുക്കണം. അത് ഫർളാണ്.
അതെന്തിനാണ്? അത് വളരെ കുറഞ്ഞൊന്നല്ലേ ഉള്ളൂ, 2 കിലോ പിന്നെ കുറച്ച് എന്തെങ്കിലും ചില്ലറ അത്രേ ഉണ്ടാവുള്ളൂ. നമ്മുടെ പ്രധാന ഭക്ഷണം അരി. അതെന്തിനാണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിനെ പറ്റി പറഞ്ഞത് തുഹ്റത്തൻ ലിസ്സായിം മിനൽ ലഗ്വി വറഫ്സ്, നോമ്പ് നോറ്റവന് വേണ്ടാത്ത വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊന്നൊരു ശുദ്ധീകരണം, അതിന്റെ അവസാനം അതാണ് പറഞ്ഞത്. തുഅമത്തല്ലിൽ മസാക്കിൻ, പിന്നെ പാവങ്ങൾക്കുള്ളൊരു ഭക്ഷണവും. പെരുന്നാളിന്റെ ദിവസം ഒരാളും ഭക്ഷണം ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ അത്യാവശ്യം കയ്യിലുണ്ടെങ്കിൽ ഒലുകൊക്കെ ഇത് നിർബന്ധം. ഇതിന് നിസാബൊക്കെ ഒന്നും വേണ്ട, ഇത് അത്യാവശ്യമുള്ളൊരു നിസാബൊന്നും വേണ്ട. സക്കാത്തിന് ഫർലാൻ നിസാബ് ഒത്താലാണ് ഇത്, അതൊന്നും വേണ്ട. ഇതിന് 595 ഗ്രാം വെള്ളിന്റെ ആ വിലയൊന്നും നോക്കേണ്ട വിഷയമില്ല. ഇത് അന്നത്തെ ചെലവ് കഴിഞ്ഞിട്ട് ഉള്ളിലൊക്കെ ശരിക്കും ഫിത്ർ സക്കാത്ത് നിർബന്ധമായി കൊടുക്കണം. കാരണം അത് നമ്മുടെ നോമ്പിലൊക്കെ വന്ന നോമ്പ് നോച്ചിട്ട് നമ്മൾ വല്ല അപകടവും മറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, തിന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ശുദ്ധീകരണത്തിനുള്ളതാണ്. പിന്നെ പാവങ്ങൾക്കുള്ളൊരു ഭക്ഷണം. അപ്പൊ അതൊക്കെ നമുക്ക് ശേഖരിച്ച് വെക്കാം. നമ്മൾ ഇവിടെ ശേഖരിച്ച് കൊടുക്കലുണ്ട്, ഇവിടെ ഏൽപ്പിച്ചാൽ മതി. നമുക്ക് വേറെ ഒന്നും അത്ര വലിയൊരു പണിയൊന്നും അതിലില്ല. 140 രൂപ കൊടുത്താൽ വരുന്ന അതിന് അരി വാങ്ങിയിട്ട് അത് എത്തിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതെന്താണ്, പാവങ്ങളും കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ച് അധികം തിരിച്ചു കിട്ടും. പാവങ്ങളെ തിരിച്ചു വാങ്ങാവൂ. അത് പൈസക്കാരൊന്നും അത്യാവശ്യം ഭാഗമുള്ളവരൊന്നും എന്ത് ചെയ്യരുത്, അത് വാങ്ങരുത്. അത് എല്ലാവരും കൊടുക്കണ പോലെ തന്നെ എല്ലാവരോടും വാങ്ങാറുണ്ട്, അങ്ങനത്തെ ഒരു പരിപാടി പറ്റൂല. അത് തുഅമത്തല്ലിൽ മസാക്കി എന്ന് പ്രത്യേകം നബി പറഞ്ഞു. മിസ്കീനുകൾക്കാണ് അത് കൊടുക്കേണ്ടത്. അപ്പൊ ഏതായാലും അത് പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പാണ് കൊടുക്കേണ്ടത്. അപ്പൊ അതിന്റെ 1-2 ദിവസം മുമ്പൊന്നും കൊടുക്കണേനൊന്നും പ്രശ്നമില്ല. അപ്പൊ ആ കാര്യം ശ്രദ്ധിക്കുക, അതിവിടെ ഏൽപ്പിക്കാവുന്നതാണ്. പിന്നെ പെരുന്നാളിനെ പറ്റി ഞാൻ പറഞ്ഞു, ഒരുപക്ഷെ വെള്ളിയാഴ്ചയാവും, അല്ലെങ്കിൽ ശനിയാഴ്ചയാവും. വ്യാഴാഴ്ച മാസം കണ്ടെങ്കിൽ മാത്രമാണ് വെള്ളിയാഴ്ചയാവുക. 20 മിനിറ്റ് ഉണ്ട്. എല്ലാവരും പെരുന്നാളൊക്കെ ആയതുകൊണ്ട് എല്ലാവരും നാനാം ഭാഗത്ത് നോക്കുന്നത് കൊണ്ട് സാധ്യതകൾ കുറച്ചും കൂടി കൂടും. വെള്ളിയാഴ്ച ആയി എന്നൊക്കെ വരാം. ഏതായാലും ശരി, അങ്ങനെയാവുകയാണെങ്കിൽ നമ്മുടെ ഈദ്ഗാഹ് VP ഹാളിലാണ്, 7:15 എല്ലാവരും മുസല്ലയുമായി വരണം എന്നുകൂടി സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുകയാണ്. സർവോപരി ഈ റമദാന്റെ വിഷയം ഒന്നുകൂടിയൊക്കെയാണ്, അവസാന സമയങ്ങളിലാണ് നമ്മളുള്ളത്. അവ വീണ്ടും സജീവമാക്കുക. സാധാരണക്കാരൊക്കെ തുടക്കത്തിൽ സജീവമായി അവസാനം അത്ര പരിഗണിക്കാതെ വരലുണ്ട്. നമ്മൾ വേറെ സോലിൽ ഏർപ്പെട്ട് റമദാൻ മറക്കണ അവസ്ഥ ഉണ്ടാവണ്ട. മാത്രമല്ല ലൈലത്തുൽ ഖദർ ഒക്കെ ആ സമയം കൂടി ഒത്തു വന്നാൽ അതിൻ്റെയൊക്കെ പ്രത്യേകത നമ്മൾ സൂചിപ്പിച്ചത് നിങ്ങൾക്കറിയുന്നതാണ്. അതുകൊണ്ട് കിട്ടുന്ന സുവർണാവസരങ്ങളൊക്കെ നല്ല നിലക്ക് ഉപയോഗിച്ച് ശീലിക്കുക. എല്ലാവിധ സൽക്കർമ്മങ്ങളും ചെയ്ത് മുന്നേറാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ പരിശുദ്ധ റമദാനിനെ ഏറ്റവും നല്ല രൂപത്തിൽ സ്വീകരിക്കാൻ റബ്ബ് നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇനിയും കുറെ റമദാനുകൾ അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മയൊക്കെ അള്ളാഹു അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. واخر دعوانا ان الحمد لله رب العالمين.